ഒരു കാറിന്റെ സെക്കൻഡ് ജനറേഷൻ മാർക്കറ്റിൽ ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ ചെറിയ ചില അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും എന്നാണ്. പക്ഷേ നിസാൻ കിക്സിന്റെ സെക്കൻഡ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻ കാർ ആയിട്ടാണ്. അത് കൂടാതെ ഒരു പുതിയ എഞ്ചിനോട് കൂടെയാണ് ഈ കാർ വന്നിരിക്കുന്നത്. ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, റെയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, 360 ഡിഗ്രി ക്യാമറ എന്നീ ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സിന് പുറമെ കാറിനെ ഓടിക്കുന്ന ലെയിന്റെ സെന്ററിൽ കീപ്പ് ചെയ്യാനും ഫ്രണ്ടിലെ വണ്ടിയുമായിട്ട് ഒരു സെറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും സഹായിക്കുന്ന നിസാൻ പ്രോ പൈലറ്റ് ഫീച്ചറും ഈ കിക്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡുവൽ ടോൺ പെയിന്റ് സ്കീമും 4 ബാർ LED DRLസും ആ ബ്ലാക്ക് ഡോട്ട് ആയിട്ടുള്ള വലിയ ഗ്രില്ലും 3 സ്പോക്ക് 19 ഇഞ്ച് അലോയ് വീൽസും എല്ലാം കൂടെ വണ്ടിക്ക് ഒരു കൂൾ ഫൺ കാർ ലുക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിലും ഒരു 3 ബാർ LED ഡിസൈൻ ടെയിൽ ലൈറ്റ്സ് വന്നിരിക്കുന്നത് കാണാം. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. രണ്ട് 12.3 ഇഞ്ച് സ്ക്രീൻസ് ആണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും രണ്ടാമത്തേത് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിന് താഴെയായിട്ട് വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫുൾ ഓപ്ഷൻ വേരിയന്റിന്റെ ഇന്റീരിയറിൽ ബേജ് ലെതർ ആൻഡ് ക്ലോത്ത് ട്രിം അവൈലബിൾ ആണ്. ഫ്രണ്ട് സീറ്റ്സിന്റെ ഹെഡ് റെസ്റ്റിന് അകത്ത് വരെ സ്പീക്കേഴ്സ് ഉള്ള ബോസ് ഓഡിയോയുടെ ഒരു 10 സ്പീക്കർ പ്രീമിയം സൗണ്ട് സിസ്റ്റവും ഒരു പാനറമിക് സൺറൂഫും കൂടെ ഈ കിക്സിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ മോഡൽ ഉണ്ടായിരുന്ന 1.6 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിന് പകരം 142 HP-യും 190 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് പുതിയ കിക്സിൽ വന്നിരിക്കുന്നത്. ഒരു സേഫ് ആൻഡ് ഈസി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വരുന്ന എല്ലാ ഫീച്ചേഴ്സോടും കൂടിയ ഒരു അഫോർഡബിൾ ക്രോസ് ഓവർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ നിസാൻ കിക്സ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക.